നവരാത്രി ഡേ 3 ആയിട്ട് നമുക്ക് ബൊമ്മക്കൊലു കാണാൻ പോയാലോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടിക്ക് പോകുമ്പോൾ ദാ ഈ കുപ്പിവെള്ളം മസ്റ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ദാ ബൊമ്മക്കൊലു കാണാൻ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്, അതും നല്ല എക്സൈറ്റ്മെന്റിൽ. അപ്പോൾ ഞങ്ങളെയും കാത്ത് ദേ അപ്പാപ്പൻ നിപ്പുണ്ടായിട്ടാ. അങ്ങനെ ഞങ്ങൾ ഇതേ 3 പേരും കൂടി ബൊമ്മക്കൊലു കാണാനായി വീട്ടിലേക്ക് എത്തി. അവിടെ ദാ ഫ്രണ്ടിൽ കോലമൊക്കെ ഇട്ടിട്ടുണ്ടായി. അതും കണ്ട് അകത്തേക്ക് കയറിയപ്പോൾ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞിട്ടാ. നല്ല രസമുണ്ടായി, അതും പ്രതീക്ഷിച്ചതിലും കൂടുതൽ. അപ്പോൾ ഇത് നമ്മുടെ ഗീതാൻറ്റിയാണ്, കേരള ബ്രാഹ്മസഭയുടെ ലേഡീസ് വിങ്ങിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് കേട്ടോ ആൻറ്റി. ആൻറ്റിയുടെ വീടാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിത് ആ ആൻറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണുണ്ടായേ, അത് നമുക്ക് കേൾക്കാവേ. അത് കഴിഞ്ഞ് ചേച്ചിയുടെ പാട്ടും. അപ്പോൾ ഈ ബൊമ്മക്കൊലു എന്താണെന്ന് അറിയില്ലാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാവേ ഇതിൻ്റെ ഡീറ്റെയിൽസ്. നവരാത്രിക്ക് കൊലു വെക്കാന്ന് പറയുമ്പോൾ ഈ ശരൺ നവരാത്രി എന്ന് പറയുമ്പോൾ ഈ 9 ദിവസവും ദേവിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങൾ. അപ്പൊ ദേവി, നമ്മൾ വിചാരിക്കുന്ന ദേവി യുദ്ധം ചെയ്തു അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം ആ യുദ്ധം ചെയ്യാനും ദേവിക്കൊരു ഉണർവ് കിട്ടും. ആ സമയത്ത് നമ്മളെല്ലാവരും ദേവിയെ പ്രാർത്ഥിക്കുക. നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ സുഖങ്ങളും വേണം. ആ സുഖങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കണം. ദേവി എന്ന് വെച്ചാൽ ഇവിടെയുള്ള സുഖങ്ങളും തരും, ഇത് കഴിഞ്ഞിട്ട് മോക്ഷവും തരും. അങ്ങനെയാണ് ദേവി. ഈ 9 ദിവസം നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ 365 ദിവസവും നമുക്ക് പറ്റില്ല. അപ്പൊ ഈ 9 ദിവസവും പണ്ടൊക്കെ ആൾക്കാരൊക്കെ പറയും ദേവി സൂചിയുടെ മുനയിൽ ഇരുന്നിട്ടാണ് തപസ് ചെയ്തത്. അത് സൂചി മുനയിൽ ഇരുന്ന് തപസ് ചെയ്തു നമ്മൾ നേരെ വിചാരിക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കേണ്ടത് എന്താ, അത്രയും ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ അല്ലേ. പിന്നെ കലകളുടെ ഒക്കെ ദേവിയാണ്. അപ്പൊ ആദ്യത്തെ 3 ദിവസം ദുർഗ, ലക്ഷ്മി, സരസ്വതി. പിന്നെ 9ാമത്തെ ദിവസമാകുമ്പോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതിപരാശക്തി. അപ്പൊ ആ രൂപത്തിലൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുന്നു, നമ്മുടെ പേരെന്നൊക്കെ വന്നു. അപ്പൊ ഇപ്പൊ രാധയും കൃഷ്ണൻ വന്നു. അപ്പോ ഗോപികമാർക്ക് എല്ലാവർക്കും മനസ്സിനകത്ത് കൃഷ്ണൻ ഉണ്ടെന്ന് തോന്നി. വരുമ്പോഴത്തേക്കും ഓരോ കൃഷ്ണന്റെയും അടുത്ത് ഓരോ ഗോപികമാരിങ്ങനെ അവർക്ക് മനസ്സിലിങ്ങനെ കൃഷ്ണൻ ഉണ്ടെന്ന് തോന്നുന്ന വിധമാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ബ്രഹ്മാവ്, ശിവൻ, അങ്ങനെ കുറച്ച് അവരുടെ കല്യാണം അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കും ഒറ്റ ബൊമ്മയായിട്ട്. ബാക്കിയുള്ളവരൊക്കെ കല്യാണം കണ്ടുകൊണ്ട് നിൽക്കുന്നവരെയാണ്. ശങ്കരനാരായണൻ എന്ന് പറയും. പകുതി ശിവന്റെ രൂപമാണ് അപ്പുറത്ത് മഹാവിഷ്ണുവിന്റെ നീല കളറും മഞ്ഞപ്പട്ടും ഒക്കെ ആയിട്ട്. അത് ശങ്കരനാരായണൻ എന്ന് പറയും. അതിന്റെ അടുത്തത് ശിവന്റെ കുടുംബം. പിന്നെ കലകളുടെ ഒക്കെ ദേവിയാണ്. അപ്പൊ ആദ്യത്തെ 3 ദിവസം ദുർഗ, ലക്ഷ്മി, സരസ്വതി. പിന്നെ 9ാമത്തെ ദിവസമാകുമ്പോ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ആൻറ്റി അപ്പം നമുക്കിതേ നല്ല രീതിക്ക് ഓരോന്നിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നിട്ടാ. ഞാൻ കുറച്ച് മാത്രമേ വീഡിയോയിൽ എടുത്തോളേ. പിന്നെ നമുക്കിതാ അവിടെ നിന്ന് ചന്ദനമൊക്കെ തൊടാൻ തന്നിട്ട് അത് കഴിഞ്ഞ് എനിക്കും നമുക്ക് എന്താ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയേ. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഒരു അടിപൊളി ബൊമ്മക്കൊലവും കണ്ട് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.